ഹാഷ്മി SIT ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ളത് മാത്രമൊന്നുമല്ല, SIT ഇരുട്ടാക്കിയിട്ട് അതിനകത്ത് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കലാണ്. ഞങ്ങൾ ഈ അന്വേഷണം നടക്കുന്നതിൻ്റെ തുടക്കത്തിലെ നമ്മളടക്കമുള്ള ആളുകൾ ഇരുന്ന് ചർച്ചയിൽ ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞതാണ്, സംസ്ഥാന സർക്കാർ SITയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ തന്നെ അതിൽ ഈ സംസ്ഥാന സർക്കാരിന് ഇവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ടെന്നേ ഇത് ഈ അന്വേഷണത്തിൻ്റെ തുടക്കകാലം മുതൽ ഞങ്ങൾ പറയുന്നതാണ്. നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വന്നിട്ട് എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശമല്ലല്ലോ, സിംഗിൾ ബെഞ്ചിൻ്റെ പരാമർശമാണല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ സിംഗിൾ ബെഞ്ച് എന്താ ഹൈക്കോടതി അല്ലേ? ഇവരെന്ത് ന്യായീകരണമാണ് പറഞ്ഞത്? സിംഗിൾ ബെഞ്ച് എന്താ ഹൈക്കോടതി അല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ദേവസ്വം ബെഞ്ച് ആയിക്കോട്ടെ, സിംഗിൾ ബെഞ്ച് ആയിക്കോട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള അവസാനത്തെ പരാമർശം എന്താണെന്നേ? അവസാനത്തെ പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് ഈ പറഞ്ഞ കള്ളന്മാർക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം SIT ഉണ്ടാക്കി കൊടുത്തു എന്നല്ലേ? അതിനുശേഷം ദേവസ്വം ബോർഡൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് തെറ്റാണെന്ന് ദേവസ്വം ബോർഡൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം നിൽക്കുന്നത് ആ സിംഗിൾ ബെഞ്ചിൻ്റെ പരാമർശം തന്നെയാണെന്നേ. എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിലെ വലിയ വൻ കൊള്ള നടത്തിയിട്ടുള്ള ഈ കൊള്ളക്കാർക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ SIT കൂട്ടുനിന്നു. ഇനി ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്ന അദ്ദേഹത്തിന്റെ വാദം അംഗീകരിച്ചെന്ന് തന്നെ വെച്ചു. അങ്ങനെയെങ്കിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുള്ള മുൻപത്തെ കാര്യങ്ങളൊക്കെ ശരിയാവേണ്ടി ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഈ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് തന്നെ അവരല്ലേ. വൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ടെന്ന് പറഞ്ഞ ദേവസ്വം ബെഞ്ചല്ലേ. വൻ സ്രാവുകൾ ആരൊക്കെയാന്ന് ഇവർക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എന്തേ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാത്തത്? എന്തേ കടകംപള്ളി സുരേന്ദ്രനോട് ഒരു അന്വേഷണം പോകാത്തത്? എന്തേ അദ്ദേഹം ഈ പോറ്റിയുടെ വീട്ടിൽ പോയിട്ട് കുട്ടിയുടെ പിറന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ട് അന്വേഷണത്തിലോട്ട് നീങ്ങാഞ്ഞത്? ഇതൊന്നും നീങ്ങിയിട്ടില്ലാന്ന്. അവിടെ ഇത് സംഭവിക്കുന്നത് ദേവസ്വം ബെഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബെഞ്ചോ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകുമ്പോഴത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കാനോ എന്ന പോലെ ചില നടപടികൾ എടുക്കുന്നു. നിങ്ങൾ എടുത്തു നോക്കിക്കോ. നിങ്ങളെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റ് അറസ്റ്റ് നടന്നിട്ടുള്ളത്? ഇനി തന്ത്രി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ അടുത്ത അറസ്റ്റ് ചെയ്താൽ ഉണ്ടായിട്ടുള്ളത് എന്താ മന്ത്രിയിലോട്ട് എത്താത്തത്? ഈ പറയുന്ന ഈ കേസിന്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനോട്ട് എത്താൻ പറ്റാത്ത എന്താന്നേ? അപ്പൊ അതിന് പോലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ ഈ തുടക്കത്തിൽ പറഞ്ഞ